ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വചനകേൾവിക്ക് തയ്യാറാകുന്നവരെ, നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന മഹാദൈവത്തിൻ്റെ തിരുസന്നിധിയിലിരുന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്ത് സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് ആരാധനയ്ക്കും പുകഴ്ചയ്ക്കും യോഗ്യനായ ഏക പരിശുദ്ധന് സകല പുകഴ്ചയും മഹത്വവും കരയറ്റിക്കൊണ്ട് ദൈവസന്നിധിയിൽ നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ആലോചന കർത്താവിൻ്റെ കയ്യിൽ തന്നിരിക്കുന്നത്, നാം ഇന്നത്തെ ദിവസം ധന്യരാകേണ്ടതിന്, ദൈവശബ്ദം കേൾക്കേണ്ടതിന്, ദൈവത്തിൻ്റെ തിരുവെഴുത്തിനെ വ്യാഖ്യാനിപ്പാൻ, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ലളിത സുന്ദരമായ ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ കർത്താവിൽ തന്നെ ശരണപ്പെടുന്നു. പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ വചനം കേൾക്കാൻ ഒരുങ്ങുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം വായിച്ച് ലളിതമായ ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിപ്പാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 6-ാമത് വാക്യം: ദൈവം എനിക്ക് ചിരി ഉണ്ടാക്കി, കേൾക്കുന്നവരെല്ലാം എന്നെ ചൊല്ലി ചിരിക്കും എന്ന് സാറ പറഞ്ഞു. ഒന്നുകൂടെ വായിക്കാം ഞാൻ. ദൈവം എനിക്ക് ചിരി ഉണ്ടാക്കി, കേൾക്കുന്നവരെല്ലാം എന്നെ ചൊല്ലി ചിരിക്കും എന്ന് സാറ പറഞ്ഞു. സാറ മക്കളെ പ്രസവിക്കുന്ന ആ ഒരു കാര്യത്തോട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ, ഒത്തിരി ദൈവത്തിൻ്റെ വചനത്തിനകത്ത് സാറ അബ്രഹാം ദമ്പതികളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തി, വേദപുസ്തക ചരിത്രത്തിലെ, മാനവ ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്ന്, ദൈവത്തിൻ്റെ വിശ്വസ്തതയെ തെളിയിച്ച, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്നാണ് ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലെന്ന് തെളിയിപ്പാൻ സ്വർഗസ്ഥനായ ദൈവം ഒരു കുടുംബത്തെ കരുതി വെച്ചു. ആ കരുതലിൻ്റെ നേർപ്രദർശനമാണ് വയസ്സാം കാലത്ത് സാറ ഗർഭിണിയായതും പ്രസവിച്ചതും കുഞ്ഞിനെ പാലൂട്ടി വളർത്തിയതും. ഞാൻ നിങ്ങളോടത് പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യം ഓർപ്പിക്കാം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമാകില്ല, എല്ലാ കാര്യവും, ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല എന്ന് ദൈവത്തിന് തെളിയിപ്പാൻ ദൈവമായ കർത്താവ് എന്താ ചെയ്യുക? ഒരു പ്രൊഫസറെ വിട്ട് ഒരു ഗ്രാമത്തിനോ ഒരു പട്ടണത്തിനോ ഒരു കൂട്ടായ്മയ്ക്കോ ക്ലാസ് എടുക്കുകയല്ല. ദൈവത്തിന് അങ്ങനൊരു പദ്ധതിയില്ല. വചനം പഠിപ്പിക്കുന്നവരെയും പ്രസംഗിക്കുന്നവരെയൊക്കെ ദൈവം ആക്കി വെച്ചിട്ടുണ്ട്. ആളുകളെ വിളിച്ചു കൂട്ടി ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ലെന്ന് പറയാൻ വേണ്ടി ഒരു വലിയ ജ്ഞാനിക്ക് വാക്സാമർഥ്യം കൊടുത്ത് ദൈവമായ കർത്താവ് വേദി ഒരുക്കി നിർത്തുകയല്ല. വിശ്വാസം വരാൻ വേണ്ടി ദൈവത്തിൻ്റെ വചനമൊക്കെ പ്രസംഗിക്കും, പഠിപ്പിക്കും, കാര്യങ്ങൾ വീട്ടിൽ വന്ന് പറയും. എന്നാൽ ദൈവത്തിൻ്റെ പൊതുവായ രീതി, ദൈവത്തിൻ്റെ സ്വഭാവം വെളിപ്പെടുത്താൻ, ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്താൻ, ദൈവത്തിൻ്റെ നയങ്ങൾ വെളിപ്പെടുത്താൻ ദൈവം ചില കുടുംബങ്ങളെ മാറ്റിവെച്ചിരിക്കും. ഇവിടെ അബ്രഹാം സാറ ദമ്പതികളുടെ ജീവിതത്തിനകത്ത് നാളുകളോളം തലമുറയില്ലാതെ അവരെ ദൈവമായ കർത്താവ് വാഗ്ദത്തം കൊടുത്ത് ഉറപ്പിച്ച് നിർത്തി 10-24 വർഷങ്ങൾ കണ്ണിൽ എണ്ണയൊഴിച്ച് തലമുറയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയും ഇടയ്ക്ക് അവർ വാഗ്ദത്തങ്ങളെ വഴിതിരിച്ചു വിടാൻ വേണ്ടി പല പണികൾ ചെയ്തപ്പോഴും ദൈവം അതിനെ നിഷേധിച്ചുകൊണ്ട്, എതിർത്തുകൊണ്ട് അവരെ നിലനിർത്തി. എന്തിനു വേണ്ടി? ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ലെന്ന് ലോകത്തിൻ്റെ മുമ്പിൽ തെളിയിക്കാൻ വേണ്ടി. ഒരുപക്ഷെ ഞാനിത് പറയുമ്പോൾ നിങ്ങളെയോ നിങ്ങളുടെ കുടുംബത്തെയോ സ്വർഗസ്ഥനായ ദൈവം, ചിലപ്പോൾ നിങ്ങളുടെ മക്കളിൽ ഒരാളെയോ, സ്വർഗസ്ഥനായ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല, ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല എന്ന് തെളിയിപ്പാൻ ദൈവം മാറ്റിവെച്ചിരിക്കുന്നയാളായിരിക്കും നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ സന്തതി. എത്രയോ പേരുടെ ജീവിതം. ഇസഹാക്കിനെ മോറിയാമറയിൽ കൊണ്ടുപോയി ഈ യാഗത്തിന് വേണ്ടി കിടത്തുന്ന അവസാന നിമിഷം, അതിൻ്റെ വാൾമുനയിൽ നിന്ന് രക്ഷിക്കുന്ന ആ സന്ദർഭം, യോനയെ മീൻ്റെ വയറ്റിൽ 3 ദിവസം ഇട്ടുകൊണ്ടിരിക്കുന്ന ആ പ്രത്യേക അനുഭവം, ദാനിയേലിനെ സിംഹക്കുഴിയിലും എബ്രായ ബാലന്മാരുടെ തീച്ചുളയിലും, അങ്ങനെ ഓരോരോ വിഷയങ്ങൾ, ഇതെല്ലാം ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലെന്ന് ലോകത്തോട് പറയുന്ന സന്ദേശമല്ലേ? ഞാനത് പറയുമ്പോൾ നിങ്ങളിപ്പോൾ പെട്ടുകിടക്കുന്ന വിഷയം ദൈവം മറന്നതാണെന്നോ, ആരാണ്ട് നിങ്ങളെ ഒതുക്കിയതാണെന്നോ, പിശാച് ജയിച്ചതാണെന്നോ ഒന്നും പറയാതെ
എൻ്റെ ജീവിതത്തിലൂടെ എൻ്റെ കുടുംബക്കാരെ, എൻ്റെ ചാർച്ചക്കാരെ, എൻ്റെ വീട്ടിലുള്ളവരെ ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ലെന്ന് തെളിയിപ്പാൻ, ആ സന്ദേശം സമൂഹത്തിന് കൊടുക്കാൻ സ്വർഗം മാറ്റിവെച്ചിരിക്കുന്ന ജീവിതമാണ് എൻ്റേതെന്ന് ഇന്നത്തെ പ്രശ്നത്തെ കണ്ട് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? കുറേ കഴിയുമ്പോഴേക്കും സ്വർഗം ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ലെന്ന് നിങ്ങളുടെ ജീവിതത്തിലൂടെ തെളിയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളത് വിശ്വസിക്കുക. അങ്ങനെ മാറ്റിവെച്ച കുടുംബമാണത്. ഇവിടെ സാറ ഗർഭിണിയായി മകനെ പ്രസവിക്കുന്ന സമയത്ത് സാറ പറയുന്ന വാക്കാണ്, ദൈവം എനിക്ക് ചിരി ഉണ്ടാക്കി. ഞാൻ ഈ ഭാഗം പല മീഡിയയിൽ പ്രസംഗിച്ചിട്ടുണ്ട്, പല സന്ദർഭത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ദൈവം കണ്ണീര് തരുന്നവനല്ല, ദുഃഖം തരുന്നവനല്ല, വേദന തരുന്നവനല്ല. ഇതൊക്കെ ശോധനയുടെ ഭാഗമായിട്ടുണ്ടാകാം. പക്ഷെ അടിസ്ഥാനപരമായി സാറ പറയുന്നു, ഞാൻ ചിരിച്ചതല്ല, ദൈവം എനിക്ക് ചിരി ഉണ്ടാക്കിയതാണ്. ഞാൻ നിങ്ങളോട് ഇന്നത്തെ രണ്ടാമത്തെ പോയിൻ്റ് പറയാം. ദൈവം ചിരി ഉണ്ടാക്കിയാൽ ആർക്ക് എതിർക്കാൻ കഴിയും? നിങ്ങളുടെ ജീവിതത്തിൽ സ്വർഗസ്ഥനായ ദൈവം പലരും നിങ്ങൾക്ക് കണ്ണീരുണ്ടാക്കി, പലരും നിങ്ങൾക്ക് അപമാനമുണ്ടാക്കി, പലരും നിങ്ങൾക്ക് ദുഃഖമുണ്ടാക്കി, പലരും നിങ്ങൾക്ക് വേദനയുണ്ടാക്കി, പലരും നിങ്ങൾക്ക് നിന്ദയുണ്ടാക്കി, പലരും നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ആത്മനൊമ്പരങ്ങളും ചതിയും വഞ്ചനയും ഒക്കെ നിങ്ങൾക്കുണ്ടാക്കി. എന്നാൽ സ്വർഗത്തിലെ ദൈവം മനുഷ്യൻ ചെയ്തതുപോലെ ചെയ്യില്ല. കുറച്ച് നാൾ താമസിച്ചാലും ദൈവത്തിൻ്റെ പ്രത്യേകത, ദൈവം ചിരി ഉണ്ടാക്കുന്നവനാണ്. ഇതുമല്ല ഇന്ന് പറയാൻ വേണ്ടി കർത്താവിൻ്റെ സന്നിധി ഞാൻ ബന്ധപ്പെടുന്നത്. പക്ഷേ കർത്താവിൻ്റെ ആത്മാവിൽ നിങ്ങളെ ഓർപ്പിക്കാം, നിങ്ങൾ ധൈര്യപ്പെട്ടിരിക്കുക. ദൈവത്തിന് ചിരി ഉണ്ടാക്കാൻ കഴിയുമെന്ന് വേദപുസ്തകം തെളിയിക്കുകയാൽ നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന വിഷയം 20, 10, 12, 2 വർഷമായി അഭിമുഖീകരിക്കുന്ന വിഷയം, ആ വിഷയത്തെ ഇന്ന് കണ്ണുനീരോടെ, നിന്ദയോടെ, ദുഃഖത്തോടെ, ഭാരത്തോടെ, ചോദ്യം ചെയ്യപ്പെട്ട വേദനയോടെയൊക്കെ നിങ്ങൾ കഴിച്ചു കൂട്ടുകയാണെങ്കിൽ അതേ നൊമ്പരം, ആ വേദന, ആ കാത്തിരുന്ന വിഷയം, ആ വിഷയത്തെ ചൊല്ലി സ്വർഗത്തിലെ ദൈവത്തിന് ചിരി ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് ആര് പറഞ്ഞു? നിങ്ങൾ വേദനിച്ച വിഷയം, നിങ്ങൾ ദുഃഖിച്ച വിഷയം, അതേ വിഷയത്തെക്കുറിച്ച് വീണ്ടും ആളുകൾ മുറിവ് വലുതാക്കുകയും വേദന വലുതാക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഒരു ദിവസം നിങ്ങളേറ്റവും നീറിയ വിഷയത്തെക്കുറിച്ച് ചിരിയുണ്ടാക്കും. ഞാൻ തറപ്പിച്ചു പറയുന്നു, ഞാൻ വിശ്വസിച്ച് പറയുന്നു. നിങ്ങളെ ലോകം ദുഃഖിപ്പിച്ച, നിങ്ങളെ നിങ്ങളുടെ ശരീരം അനുവദിക്കാതിരുന്ന, നിങ്ങളുടെ കുടുംബത്തിനകത്ത് ആക്ഷേപവും നിന്ദയും പേറിയ, നിങ്ങൾ ഒരുപാട് പേരുടെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെട്ട, പരിഹാസ വിഷയമായ, വിമർശന വിഷയമായ ആ കാര്യത്തെ ചൊല്ലി ഇന്ന് ദൈവം ആഗ്രഹിക്കുന്നത് പറയാം, സ്വർഗം നിങ്ങൾക്ക് ചിരി ഉണ്ടാക്കി തരുന്ന ദൈവമാണ്. ആമേൻ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങളുടെ നൊമ്പരത്തിന് പകരം ദൈവം ചിരി ഉണ്ടാക്കും. അത് പറഞ്ഞ് അവസാനിപ്പിക്കാനല്ല, അടുത്ത വാക്ക് ഞാൻ നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാനാണ് വെമ്പൽ കൊള്ളുന്നത്. അടുത്ത വാക്ക് സാറ പറഞ്ഞത് ഇങ്ങനെയാണ്, എനിക്ക് ചിരി ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, കേൾക്കുന്നവരെല്ലാം എന്നെ ചൊല്ലിച്ചിരിക്കും. ദൈവം ഒരു പ്രവൃത്തി നടത്തിയാൽ നിന്നെ ചൊല്ലി മറ്റുള്ളവർ ചിരിക്കും. അതൊരാക്ഷേപമായിട്ട് കരുതണ്ട. നാട്ടുകാർ മുഴുവൻ ചിരിക്കും, എൻ്റെ ദൈവമേ, ഒരു നിന്ദയായി കരുതണ്ട, ഒരു കളിയാക്കലായി കരുതണ്ട. അങ്ങനെയല്ല സാറ പറഞ്ഞത്. പിന്നെ എന്താ? എന്നെ ചൊല്ലി മറ്റുള്ളവർ ചിരിക്കട്ടെ. ആക്ഷേപവും നിന്നയും പരിഹാസവും അല്ല ഇവിടുത്തെ വിഷയം. നിങ്ങളുടെ കുടുംബത്തിലേക്ക് നോക്കി ഈ വാക്യം കൊണ്ട്, നിങ്ങളുടെ മക്കളെ നോക്കി നിങ്ങൾക്ക് എന്നും കരയേണ്ട വരികയാണെങ്കിൽ എന്തോ കഷ്ടമാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി നിങ്ങൾക്കെന്നും ദുഃഖിക്കേണ്ടേ, നെടുവീർപ്പെടേണ്ടേ വരുവാണെങ്കിൽ എന്തോ കഷ്ടമാണ്. എന്നാൽ നിങ്ങളെ നോക്കി, നിങ്ങളുടെ മക്കളെ നോക്കി നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റിയാൽ എത്ര സന്തോഷമാണ്. നിങ്ങളുടെ ജീവിത പങ്കാളിയെ നോക്കിയിട്ട് അയാളെ ഓർക്കുമ്പോൾ, അയാളെക്കുറിച്ച് പറയുമ്പോഴൊക്കെ കണ്ണ് നിറയുകയും വിങ്ങിപ്പൊട്ടുകയും, എനിക്ക് കേൾക്കണ്ട, അയാളെക്കുറിച്ച് പറയരുത് എന്ന് എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്. കാരണം കേൾക്കുമ്പോൾ ദുഃഖമുളവാകും, കേൾക്കുമ്പോൾ കണ്ണ് നിറയും, കേൾക്കുമ്പോൾ ചങ്ക് പിളരും. എന്നാൽ കേൾക്കുമ്പോൾ ചിരി വരുവാണെങ്കിൽ സന്തോഷത്തിൻ്റെ പ്രദർശനമല്ലേ ചിരി. ആക്ഷേപം നിന്നയായിട്ട് കണക്കാക്കണ്ടെന്ന്, ഇതൊരു പരിഹാസമായിട്ടെടുക്കണ്ട. മറ്റുള്ളവരെ കൂടി ചിരിപ്പിക്കുന്ന ഒരു ദൈവപ്രവൃത്തി, അതൊന്ന് വിശ്വസിച്ചുകൂടെ? നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ആരെക്കുറിച്ചാണോ? നിങ്ങളേറ്റവും കരഞ്ഞതും ദുഃഖിച്ചതും ആരെക്കുറിച്ചാണോ? അവരെക്കുറിച്ച് കേൾക്കുമ്പോൾ അവർക്ക് മാത്രമല്ല, കേൾവിക്കാർക്കും കൂടെ ചിരി ഉണ്ടാക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ,
നിങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ ഇടിവിലിരുന്നവർ, നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രാവശ്യം ദൈവസന്നിധിയിൽ മധ്യസ്ഥത അണച്ചവർ, അവരൊക്കെ ചിരിക്കട്ടെ. അവർക്കെല്ലാം ചിരി ഉളവാക്കുന്നൊരു ജീവിതമായി മാറട്ടെ. ഞാൻ ഇത്രയും ഞാനൊരു ദൈവദാസനാണ്. ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുകയും ഒത്തിരി പ്രാവശ്യം വീട് കയറി ഇറങ്ങുകയും ഒത്തിരി പ്രാവശ്യം ഉപദേശിക്കുകയും ഒക്കെ ചെയ്ത ഒരാൾ. ആ ആൾ കർത്താവെങ്കിലേക്ക് വന്നിട്ട് പിന്നെ ആരോ പറയുന്നത് കേട്ടിട്ട് ദൈവത്തെങ്കിലേക്ക് വരാതെ പിന്നെയും പാപത്തിലേക്കും പിന്മാറ്റത്തിലേക്കും പോയാൽ എനിക്ക് ചിരി ഉണ്ടാവുമോ? ഇല്ലല്ലോ. ഞാൻ പ്രാർത്ഥിച്ച വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിച്ചു എന്ന് വിളിച്ചു പറയുമ്പോൾ ഞാൻ പൊട്ടിക്കരയുമായിരിക്കുമല്ലോ, ഞാൻ ചിരിക്കുമല്ലോ. എൻ്റെ ദൈവമേ, ഉള്ളും കൊണ്ട് ചിരിക്കുകയും സന്തോഷിക്കുകയും ചെയ്യേലേ. ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ ഈ വാക്ക് വെച്ച് പറയാം. ദൈവം നിനക്ക് ചിരി ഉണ്ടാക്കും. നീ മാത്രം അടച്ചിട്ട മുറിക്കകത്തിരുന്ന് ചിരിച്ച് തീർക്കത്തില്ല. നീ നിമിത്തം മറ്റു പലരും, നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരും കരഞ്ഞവരും, നിൻ്റെ അടുക്കൽ ദൈവത്തിൻ്റെ വചനമായി വന്നവരും, ദൈവത്താൽ നിൻ്റെ അടുക്കൽ അയക്കപ്പെട്ടവരും എല്ലാവരും ചിരിക്കും. മറ്റുള്ളവർക്ക് ചിരിക്കാൻ കഴിയുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമയാകാൻ, ഞാൻ ആ വാക്ക് നിങ്ങൾ തെറ്റിദ്ധരിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നുകൂടെ പറയുന്നു. മറ്റുള്ളവർക്ക് കരയാൻ, മറ്റുള്ളവർക്ക് പരിഹസിക്കാൻ, മറ്റുള്ളവർക്ക് വിമർശിക്കാൻ, മറ്റുള്ളവർക്ക് നാണക്കേടുണ്ടാകാൻ, അങ്ങനെ ഒരു ജീവിതമല്ല. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ, ചിരിക്കാൻ, അവരും കൂടി നമ്മുടെ കൂടെ ആനന്ദിക്കാൻ, ആഘോഷിക്കാൻ കൊള്ളാവുന്ന ഒരു സമ്മാനം ദൈവം തരട്ടെ. ബ്രഹ്മ കണ്ടു കിട്ടിയപ്പോൾ, കാണാതെ പോയ ആടിനെ കിട്ടിയപ്പോൾ, നഷ്ടപ്പെട്ട മോൻ മടങ്ങി വന്നപ്പോൾ ഒക്കെ മറ്റുള്ളവർക്ക് ചിരിയും സന്തോഷവും ഉണ്ടായില്ലേ? ഇതുപോലത്തെ ചില പ്രവൃത്തി സ്വർഗത്തിലെ ദൈവം നമ്മുടെ കൂടെ നിൽക്കുന്നവരെ കൂടെ, നമുക്ക് വേണ്ടി അധ്വാനിച്ചവരെയും നമുക്ക് വേണ്ടി ഇടിവിൽ നിന്നവരെ കൂടി ചിരിപ്പിക്കുന്ന ഒരു ദൈവപ്രവൃത്തി ഈ സാറ അബ്രഹാം ദമ്പതികളുടെ വീട്ടിൽ നടന്നതുപോലെ നമ്മുടെ വീട്ടിൽ നടക്കട്ടെ. എന്താ സംഭവിക്കാൻ പോകുന്നതെന്നറിയില്ല. പക്ഷെ ഞാൻ ദൈവസന്നിധിയിൽ അമിതമായി വിശ്വസിക്കുന്നു. ദിവസങ്ങൾ കഴിയുന്നതിനേക്കാൾ മുമ്പ് മറ്റുള്ളവർ കൂടെ സന്തോഷം ഉളവാക്കുന്ന, ചിരി ഉളവാക്കുന്ന, അറിയാതെ അവരുടെ നാവിൽ നിന്ന് സന്തോഷത്തോടെ സ്തോത്രം പുറത്തു വരുന്ന എന്തൊക്കെയോ പരിപാടി ദൈവം നിങ്ങളുടെ ജീവിതത്തിലൂടെ ചെയ്യട്ടെ. ദൈവത്തിന് പദ്ധതിയുണ്ട്. സാറയിൽ നിറവേറ്റിയത് നിങ്ങളിലും നടക്കട്ടെ. സ്വർഗം അത് ചെയ്യട്ടെ. നിങ്ങളെ ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ലെന്ന് കാണിക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയായിരിക്കാം. കുറേ കഴിയുമ്പോൾ നിങ്ങൾക്ക് ദൈവം ചിരിയുണ്ടാക്കും. അവിടെ കൊണ്ട് നിൽക്കില്ല. നിങ്ങൾ നിമിത്തം മറ്റ് ചിലരും കൂടി ചിരിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ, നിങ്ങളെയൊക്കെ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് ഈ വാക്ക് പറഞ്ഞ് പ്രാർത്ഥിച്ചോ. സ്വർഗം അത് നിറവേറ്റും. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ദൈവം ഒരു പ്രവൃത്തി ചെയ്താൽ കൂട്ടക്കരച്ചിലും നിലവിളിയുമല്ല. കർത്താവ് ഒരു കാര്യം ചെയ്താൽ ഞങ്ങൾ സന്തോഷിക്കും, ഞങ്ങൾ ചിരിക്കും, ഞങ്ങൾ ആനന്ദിക്കും, ഞങ്ങൾ ആർത്ത് വിളിക്കും, ഞങ്ങൾ നന്ദി കരേറ്റും, ഞങ്ങൾ മറ്റുള്ളവരെ കൂടി സന്തോഷിപ്പിക്കും, അവരെ കൂടി ചിരിപ്പിക്കും. എൻ്റെ ദൈവമേ, ഈ സന്ദേശത്തിലൂടെ ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ തലവണക്കുന്നപ്പ. ഒത്തിരി മാതാപിതാക്കൾ മക്കളെ ചൊല്ലി കരയുന്നുണ്ട്, ദുഃഖിക്കുന്നുണ്ട്, അവരെ ഓർക്കുമ്പോഴൊക്കെ നെടുവീർപ്പിടുന്നുണ്ട്. എന്നാൽ ആ കുടുംബങ്ങളിൽ ഒരു ദൈവപ്രവൃത്തി നടന്നാൽ, ദൈവം അവർക്ക് ചിരിയുണ്ടാക്കിയാൽ അവർ മക്കളെ ചൊല്ലി ചിരിക്കട്ടെ, കൂടെ നിൽക്കുന്നവരെ ചൊല്ലി ചിരിക്കട്ടെ. അവരുടെ അനുഗ്രഹത്തെയും വഴിയെയും എല്ലാം നോക്കി, പ്രാർത്ഥിച്ചവരെയൊക്കെ നോക്കി അവർക്ക് കരയേണ്ട വരല്ലേ അപ്പ. അങ്ങനെ ഒരു ദൈവനീതി വെളിപ്പെടുത്തേണ്ടതിന് ഇന്ന് രാവിലെ തന്ന വചനം വെച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത്ഭുതം ചെയ്യും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേൾക്കുമാറാകണമേ. ആമേൻ.